ആക്ച്വലി ഇൻകം ടാക്സ് റിട്ടേണിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നില്ല. അത് നമുക്ക് ഒരിക്കലും കവർ ചെയ്യാൻ പറ്റില്ല, കാരണം അത്രത്തോളം വലുതാണ്, വാസ്റ്റ് ആണ്. ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ, ഇപ്പം ഇവിടെ ഇരിക്കുന്ന എത്ര ആൾക്കാർക്ക് ഇൻകം ടാക്സിന്റെ ബേസിക് അറിയാമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ കവർ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം കവർ ചെയ്ത് നമുക്ക് ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതിനു മുമ്പായിട്ട് എന്താണ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾക്കറിയാം, നമ്മളുടെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മളുടെ ഇൻകം നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ഇൻകം ഇല്ലാതെ നമ്മളുടെ വീടോ അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ് സ്ഥാപനമോ നമ്മളുടെ കമ്പനിയോ നമുക്ക് റൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെയാണ് ഗവൺമെന്റ്. ഗവൺമെന്റിന് ഫണ്ട് ഇല്ലാതെ അതിന്റെ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഗവൺമെന്റിന്റെ ഫണ്ടിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സോഴ്സ് ഓഫ് ഇൻകത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് എന്ന കാര്യം അല്ലെങ്കിൽ ഇൻകം ടാക്സ് എന്ന ടാക്സ് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഇൻകം ടാക്സിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ടാക്സസിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. വൺ ഈസ് ഡയറക്ട് ടാക്സ്, അനദർ ഈസ് ഇൻഡയറക്ട് ടാക്സ്. എന്താണ് ഡയറക്ട് ടാക്സ്? ഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിൽ നിന്ന് ഗവൺമെന്റ് ഡയറക്ട്ലി കളക്ട് ചെയ്യുന്ന ഒരു ടാക്സിനെയാണ് ഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്. നമ്മളുടെ കയ്യിൽ നിന്ന് ഗവൺമെന്റ് ഡയറക്ട്ലി കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് ഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് അറിയാം എത്രയാണ് ഒരു വർഷം നമ്മൾ ഇൻകം ടാക്സ് ആയിട്ട് ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നത് എന്നുള്ളത്. പക്ഷേ നമ്മള് ഡെയിലി ഇപ്പൊ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നവരെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരുപാട് ടാക്സുകൾ ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് GST. നമ്മൾക്കറിയില്ല നമ്മൾ എത്ര ടാക്സ് ആണ് ഗവൺമെന്റിലേക്ക് അടച്ചിട്ടുള്ളത്. കാരണം എന്താണ്, നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത്, നമ്മൾ കടയിൽ നിന്ന് സാധനം വാങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സർവീസ് അവൈൽ ചെയ്യുന്ന സമയത്ത് എവിടെ പോയാലും നമ്മൾ GST കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾക്കറിയില്ല എത്രത്തോളം GST നമ്മൾ ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ഒരു വർഷം ഇൻകം ടാക്സ് ഇത്ര ഒരു 10,000 rupees അടച്ചു അല്ലെങ്കിൽ 20,000 rupees അടച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയ കാര്യത്തിൽ പറയും. പക്ഷെ അതിന്റെ എത്രയോ മടങ്ങ് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിന് GST ആയിട്ട് കൊടുക്കുന്നു. സോ ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് ഡയറക്ട് ടാക്സിലെ മെയിൻ പാർട്ടായ ഇൻകം ടാക്സിനെ കുറിച്ചാണ്. എന്താണ് ഇൻകം ടാക്സ് റിട്ടേൺ, അതിന്റെ ടാക്സബിലിറ്റി, ഇൻകം ടാക്സിന്റെ ടാക്സബിലിറ്റി എങ്ങനെയാണ് വരുന്നതാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത് ഒരു ഫോമാണ്. അതിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്, നമ്മളുടെ ഇൻകത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കാനുള്ള ഒരു ഫോമാണ് ഇൻകം ടാക്സ് റിട്ടേൺ. അത്ര മാത്രമേ ഉള്ളൂ. അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻകം ടാക്സ് റിട്ടേൺ. ഇനി എങ്ങനെയാണ് ടാക്സബിലിറ്റി? ചിലപ്പോൾ ഗൾഫിലുള്ള ആൾക്കാരുണ്ടാവും, വിദേശത്തുള്ള ആൾക്കാരുണ്ടാവും, ഇന്ത്യയിൽ തന്നെയുള്ള ആൾക്കാരുണ്ടാവാം. അത് എങ്ങനെയാണ് ഇതിന്റെ ടാക്സബിലിറ്റി, ഏത് ഇൻകം ആണ് നമ്മൾക്ക് ടാക്സ് വരിക എന്നുള്ളതാണ് മെയിൻ ക്വസ്റ്റ്യൻ. ഒരു റെസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലുള്ള ഒരു റെസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഗ്ലോബൽ ഇൻകം, അയാള് ലോകത്തുനിന്ന് എവിടെ നിന്ന് ഇൻകം കിട്ടിക്കഴിഞ്ഞാലും അത് ഇന്ത്യയിൽ ടാക്സബിൾ ആണ്. ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഇൻകം, ഇന്ത്യക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഇൻകം എല്ലാം ഇന്ത്യയിൽ ടാക്സബിൾ ആണ്. ഒരു നോൺ റെസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇന്ത്യയിൽ നിന്ന് എന്ത് ഇൻകം ആണോ കിട്ടുന്നത് അത് മാത്രമാണ് ടാക്സബിൾ ആയിട്ട് വരിക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ശ്രീനിയേട്ടനോട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ശ്രീനിയേട്ടൻ ഇന്ത്യയിൽ റെസിഡന്റ് ആണ്. ശ്രീനിയേട്ടന് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഇൻകവും ഇന്ത്യക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും ബിസിനസ് ചെയ്ത് കിട്ടുന്ന ഇൻകവും ഇന്ത്യയിൽ ടാക്സബിൾ ആണ്, ബിക്കോസ് ഹീസ് റെസിഡന്റ് ഇൻ ഇന്ത്യ. ഒരു നോൺ റെസിഡന്റ് ഇപ്പൊ പുറത്ത് ക്രിക്കറ്റ് കളിക്കാനോ IPL കളിക്കാനും പല ആവശ്യത്തിനും അല്ലെങ്കിൽ മോഡലിങ്ങിനും അതുപോലെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് പല ആൾക്കാര് ഇന്ത്യയിൽ വരുന്നുണ്ട്. അങ്ങനെയുള്ള നോൺ റെസിഡന്റിന് ഇന്ത്യയിൽ നിന്ന് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ അത് ടാക്സബിൾ ആണ്. നെക്സ്റ്റ് NRIയെ സംബന്ധിച്ചിടത്തോളം, ഒരു NRIയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് റെസിഡന്റ് എന്നാണെങ്കിൽ അയാളുടെ ഗ്ലോബൽ ഇൻകം ടാക്സബിൾ ആണ്. നമ്മൾക്കറിയാം ഒരുപാട് പ്രവാസികൾ ഗൾഫിലും അവിടെയൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ ഇന്ത്യയിലെ സ്റ്റാറ്റസ് റെസിഡന്റ് ആണെങ്കിൽ, എങ്ങനെയാണ് റെസിഡന്റ് എന്ന് പറയാം, ഇന്ത്യയിൽ 182 ദിവസത്തിൽ കൂടുതൽ താമസിച്ചു കഴിഞ്ഞാൽ അയാള് ഇന്ത്യയിൽ റെസിഡന്റ് ആണ്. ഒരു വർഷത്തില്, നമ്മൾ ഇൻകം ഏൺ ചെയ്യുന്ന വർഷത്തില് 182 ഡേയ്സിന് മുകളിൽ ഇന്ത്യയിൽ താമസിച്ചു കഴിഞ്ഞാൽ അയാളെ നമുക്ക് റെസിഡന്റ് എന്ന് പറയാം. അങ്ങനെ റെസിഡന്റ് ആണെങ്കിൽ അയാൾക്ക് എവിടുന്ന് ഇൻകം കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഇവിടെ ടാക്സ് കൊടുക്കണം. ഇനി അതല്ല, അയാൾ നോൺ റെസിഡന്റ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ കിട്ടുന്ന ഇൻകത്തിന് മാത്രം ടാക്സ് കൊടുത്താൽ മതി. ഇനി വൈ ഷുഡ് ഐ ഫയൽ മൈ ITR? ഞാൻ എന്തിനാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്? എല്ലാവരുടെയും മൈൻഡിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ എന്തിനാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്?
എനിക്ക് ചെയ്യാതിരുന്നാൽ പോരെ? എന്താണ് എന്റെ ടാക്സ് ഞാൻ ഗവൺമെന്റിന് കൊടുക്കുന്നത്? ഗവൺമെന്റിന് ഒരു സോഴ്സ് ഓഫ് ഇൻകത്തിന് പുറമെ നമ്മൾക്കും ഒരുപാട് ഉപകാരമുള്ള കാര്യമാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ട് ലഭിക്കുന്നത്. ഒന്നാമത്തത് ഹാസിൽ ഫ്രീ പ്രോസസിംഗ് ഓഫ് ബാങ്ക് ലോൺസ്. നിങ്ങൾ ലോൺ എടുക്കാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. നമ്മൾ ബാങ്കിലേക്ക് നമ്മൾ ലോൺ എടുക്കാൻ പോകുന്ന സമയത്ത് ബാങ്ക് മാനേജർ നമ്മളോട് ചോദിക്കുക, നിങ്ങളുടെ 3 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ കോപ്പി വേണം. കാരണം അവർക്കൊരു ലോൺ പ്രോസസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സോഴ്സ് ഓഫ് ഇൻകം, എവിടെ നിങ്ങൾക്ക് ഇൻകം കിട്ടുന്നു, എത്ര ഇൻകം കിട്ടുന്നു, നിങ്ങൾക്ക് ഈ ലോൺ തിരിച്ചടക്കാൻ കപ്പാസിറ്റി ഉണ്ടോ എന്ന് ആർക്ക് മനസ്സിലാവണം? ബാങ്ക് മാനേജർക്ക് മനസ്സിലാവണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോൺ അവര് അലോ ചെയ്ത് തരുള്ളൂ, അല്ലെങ്കിൽ ലോൺ സാങ്ഷൻ ചെയ്ത് തരികയുള്ളൂ. ഇപ്പൊ ഓഫീസിലൊക്കെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. ഞാൻ പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടാണ്. ഒരുപാട് ആൾക്കാർ വരാറുണ്ട്, എനിക്ക് ലോൺ എടുക്കാനുണ്ട്, എനിക്ക് 3 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ വേണം എന്നുള്ളത്. ഒരു ഫിനാൻഷ്യൽ ഇയർ ഒരു അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള, ആ വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സിസ്റ്റം ബ്ലോക്ക് ചെയ്യും. പിന്നീട് നമുക്ക് ആ വർഷത്തെ റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഇപ്പൊ ഈ വർഷം ഒരാൾ എൻ്റെ അടുത്ത് വരികയാണ്, എനിക്ക് ഇൻകം ടാക്സ് റിട്ടേണിന്റെ 3 വർഷത്തെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഒരു ലോൺ എടുക്കാൻ വേണ്ടി അയാള് 3 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മുമ്പ് ഇൻകം ടാക്സ് റിട്ടേൺ ഒന്നും കാര്യമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ കാര്യമായിട്ട് ചോദിക്കുന്നുണ്ട്. സോ ലോൺ എടുക്കാൻ ഏത് ടൈപ്പ് ഓഫ് ലോൺ ആയിക്കോട്ടെ, ഹൗസിംഗ് ലോൺ ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ലോൺ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ മസ്റ്റ് ആണ്. നെക്സ്റ്റ്, ഫോർ അവൈലിംഗ് ക്രെഡിറ്റ് കാർഡ്. നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് ബാങ്കിൽ നിന്ന് എടുക്കണമെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേണിന്റെ കോപ്പി സബ്മിറ്റ് ചെയ്യണം. നമ്മൾക്ക് റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് ബാങ്കിന് മനസ്സിലാവണം. ദെൻ ക്യാരി ഫോർവേഡ് ബിസിനസ് ലോസ്. എന്താണ് ക്യാരി ഫോർവേഡ് ബിസിനസ് ലോസ്? നമ്മളുടെ ബിസിനസ് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ മിക്ക ബിസിനസ്സും നഷ്ടത്തിലായിരിക്കും പോവുക. ഫോർ എക്സാമ്പിൾ, ഈ വർഷം ഞാനൊരു ബിസിനസ് നടത്തി, ആ ബിസിനസ് എന്തായി? ലോസ് ആയി. ഒരു 5 ലക്ഷം ലോസ് വന്നു. അടുത്ത വർഷം എനിക്ക് ബിസിനസ് നടത്തിയിട്ട് ഒരു 8 lakh പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ, 8 ലക്ഷം ലാഭം ഉണ്ടെങ്കിൽ, ഈ വർഷം ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത ആളാണെങ്കിൽ എനിക്ക് ഈ വർഷത്തെ ലോസ് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നെക്സ്റ്റ് ഇയർ 8 ലക്ഷം ഇൻകത്തിന് ഞാൻ ടാക്സ് കൊടുക്കണ്ട, 8 ലക്ഷം മൈനസ് 5 lakh, ഈ വർഷത്തെ ലോസ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തു, 5 ലക്ഷം കുറച്ച് ബാക്കി 3 ലക്ഷത്തിന് നമ്മൾ ടാക്സ് കൊടുത്താൽ മതി. പക്ഷെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിലോ, ഈ വർഷം നിങ്ങൾ ബിസിനസിന് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തില്ല, അങ്ങനെയാണെങ്കിലോ നിങ്ങൾക്ക് ഈ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അടുത്ത വർഷം 8 ലക്ഷത്തിന് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടി വരും. അത് നമുക്കൊരു വലിയ നഷ്ടമാണ്. സോ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വലിയ സമയമൊന്നും വേണ്ട. അത് ലോസ് ആണെങ്കിൽ പോലും നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. എനിക്ക് ഇൻകം ഇല്ല, എനിക്ക് പ്രോഫിറ്റ് ഇല്ല, എന്റെ ഇൻകം കുറവാണെന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാതെ മാറിയിരിക്കരുത്. നെക്സ്റ്റ്, ലീഗൽ സാങ്ഷൻ ടു യുവർ ഇൻകം. നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും ഒരുപാട് വലിയ വലിയ ബിൽഡിംഗ് കെട്ടുന്നുണ്ട്, വാഹനങ്ങൾ വാങ്ങുന്നുണ്ട്, സ്ഥലങ്ങൾ വാങ്ങുന്നുണ്ട്. ഇവരുടെ സോഴ്സ് ഓഫ് ഇൻകം അവർ ഗവൺമെന്റ് കറക്റ്റായിട്ട് അറിയിക്കുന്നുണ്ടോ? ഇൻകം ടാക്സ് റിട്ടേൺ പ്രോപ്പർ ആയിട്ട് ഫയൽ ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ അവര് ഡേഞ്ചറിലാണ്. കാരണം എന്താണ്? നമ്മൾ ഒരു ആസ്തി ഉണ്ടെങ്കിൽ, നമ്മളൊരു വണ്ടി വാങ്ങുന്നുണ്ടെങ്കിൽ, ഒരു ബിൽഡിംഗ് കെട്ടുന്നുണ്ടെങ്കിൽ, ഒരു ലാൻഡ് വാങ്ങുന്നുണ്ടെങ്കിൽ, അത് വാങ്ങാനുള്ള ഫണ്ട് വൈറ്റ് മണി ആണെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ആ എമൗണ്ട് ഉണ്ടാവും. അതല്ല, അത് നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ വരുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? അത് ബ്ലാക്ക് മണിയാണ്. നിങ്ങളുടെ പ്രോപ്പർട്ടി സീസ് ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആവശ്യമുള്ള ടാക്സ് കളക്ട് ചെയ്യാനോ, അത് ഈക്വൽ ആയിട്ടുള്ള ടാക്സ് കളക്ട് ചെയ്യാനോ ഗവൺമെന്റ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എന്താണ്? നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഉണ്ട്, അതിന്റെ ഇൻകം നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ വന്നിട്ടില്ല, നിങ്ങൾക്ക് സോഴ്സ് ഇല്ല. സോ ലീഗൽ സാങ്ഷൻ ടു യുവർ ഇൻകം, ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻകത്തിലുള്ള ലീഗൽ സാങ്ഷൻ ആണ്. നെക്സ്റ്റ്, TDS റീഫണ്ട്. ഇവിടെ സാലറിഡ് എംപ്ലോയീസ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ബാങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാം, നിങ്ങളുടെ ഇൻകത്തിന് TDS പിടിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് വരിക. എന്താ TDS? ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ്. ഇപ്പൊ ബാങ്കിൽ നിങ്ങൾക്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അതിന് 10,000-ന് മുകളിൽ ഇൻട്രസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ബാങ്ക് അതിന്റെ മുകളിൽ ടാക്സ് പിടിക്കും. 10% ടാക്സ് പിടിച്ച് ബാക്കി എമൗണ്ട് മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരികയുള്ളൂ. ഇനി സാലറിഡ് ആൾക്കാരാണെങ്കിൽ, ഇവിടെ മിക്ക ആൾക്കാരും സാലറിഡ് ആൾക്കാരാണെന്ന് വിചാരിക്കുന്നു, സാലറിഡ് ആൾക്കാരാണെങ്കിൽ അതിലും എന്ത് ചെയ്യും? ഗവൺമെന്റ് നിങ്ങളുടെ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ഗവൺമെന്റ് പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ആണെങ്കിൽ അവിടെ നിന്ന് നിങ്ങളുടെ എംപ്ലോയർ ആരാണോ അവര് ടാക്സ് പിടിച്ച് ബാക്കി എമൗണ്ട് മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരികയുള്ളൂ. നിങ്ങൾ ടാക്സ് പിടിച്ച എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് എടുക്കണമെങ്കിൽ, ആവശ്യമുള്ള ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്ത് റീഫണ്ട് എടുക്കണമെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഞാൻ ഒരുപാട് പ്രവാസികളെ കണ്ടിട്ടുണ്ട്, അവര് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാതെ കുറെ നാൾ നിന്നിട്ട് അവസാനം ഏതെങ്കിലും ഒരു വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി വരും, എന്തെങ്കിലും ഒരു ആവശ്യത്തിന്, വിസ പർപ്പസിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വരുന്ന സമയത്ത് അവരുടെ മുമ്പത്തെ വർഷങ്ങളിൽ ഇൻകം ടാക്സ് റിട്ടേണിലേക്ക്, അല്ലെങ്കിൽ അവരുടെ 26 years, അതായത് ടാക്സ് ക്രെഡിറ്റ് സ്റ്റേറ്റ്മെന്റ് അവരുടെ ഇൻകം ടാക്സ് സൈറ്റിൽ കയറി ഞാൻ നോക്കുന്ന സമയത്ത്
ഇവിടെയുള്ള ബാങ്ക് ഡെപ്പോസിറ്റ് അവരുടെ NRO അക്കൗണ്ടിൽ നിന്ന് ഒരുപാട് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അതിനൊക്കെ ബാങ്ക് ടാക്സ് പിടിച്ചിട്ടുണ്ട്. അത് അവർ റിട്ടേൺ ഫയൽ ചെയ്യാത്തതുകൊണ്ട് ലക്ഷങ്ങളുടെ നഷ്ടം പറ്റിയ പ്രവാസികളെ കണ്ടിട്ടുണ്ട്. സോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ച ടാക്സ് നിങ്ങൾക്ക് റീഫണ്ട് ആയി കിട്ടണമെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. പിന്നെ ഇപ്പോൾ എന്താണ് ഇമ്മോൾ പ്രോപ്പർട്ടി, അതായത് ലാൻഡോ ബിൽഡിങ്ങോ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. ഇൻകം ടാക്സ് റിട്ടേൺ ഇല്ലാതെ നിങ്ങൾക്ക് എവിടുന്നാണ് ഇത്രയും സോഴ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ എവിടുന്നാണ് ഇത്ര ഇൻകം നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും. സോ ഇൻകം ടാക്സ് റിട്ടേൺ ഇസ് മാൻഡേറ്ററി ഫോർ രജിസ്ട്രേഷൻ ഓഫ് ഇമ്മോൾ പ്രോപ്പർട്ടി. ഇപ്പൊ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് GST ഇസ് ലിങ്ക്ഡ് വിത്ത് ഇൻകം ടാക്സ്. നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണും നിങ്ങളുടെ GSTയും ലിങ്ക്ഡ് ആണ്. നിങ്ങളൊരു ബിസിനസ്സുകാരനാണ്, നിങ്ങളുടെ GST റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ ഉറപ്പായും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ ക്യാച്ച് ചെയ്യും. കാരണം ഇപ്പോൾ ഇൻകം ടാക്സ് സൈറ്റ് നോക്കി ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ GSTയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്, നിങ്ങൾ സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് GST കളക്ട് ചെയ്തിട്ടുണ്ടാവും, അത് നിങ്ങൾ പ്രോപ്പറായി റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടാവും. അത് എന്താണോ അവിടെ ഫയൽ ചെയ്തിരിക്കുന്നത് അത് നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ക്ലിയർ ആയി കിട്ടും. അത് എന്തെങ്കിലും ഒരു മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി കാര്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ടി വരും. ദെൻ വിസ പർപ്പസ്, നമുക്കറിയാം പുറത്തൊക്കെ വിസ എടുത്ത് ഒരുപാട് ആൾക്കാർ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. അവർക്ക് നിർബന്ധമായി ഇപ്പം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത കോപ്പി കാണിക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ ടേം പോളിസി, നമുക്കറിയാം ഇൻഷുറൻസ് നമ്മുടെ ലൈഫിൽ മസ്റ്റ് ആയ ഒരു കാര്യമാണ് അല്ലെ. അങ്ങനെ ഇൻഷുറൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ക്ലെയിം 50 ലക്ഷത്തിന് മുകളിൽ ക്ലെയിം ഉള്ള ഒരു ഇൻഷുറൻസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, 50 ലക്ഷത്തിന് മുകളിൽ ക്ലെയിം ഉള്ള ഒരു ഇൻഷുറൻസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഇൻഷുറൻസ് ഏജന്റ് ചോദിക്കും. കാരണം നിങ്ങൾക്ക് ഈ പോളിസി എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ 1-2 മാസം അടച്ചിട്ട് അത് നിങ്ങൾ അടവ് തെറ്റോ, ഈ കാര്യങ്ങളൊക്കെ ആർക്കറിയണം? ഇൻഷുറൻസ് ഏജൻസിക്ക് അറിയണം, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് അറിയണം. അതുകൊണ്ട് നിർബന്ധമായും നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ കോപ്പി ചോദിക്കും. ചെറിയ കവറേജ് ആണെങ്കിൽ ഓക്കെ. ഫോർ എക്സാമ്പിൾ ഞാനൊരു 5 കോടി ലോൺ എടുത്തൊരു മനുഷ്യനാണെങ്കിൽ എനിക്ക് 50 ലക്ഷം ക്ലെയിം പോരാ, എനിക്കൊരു 6 കോടി 7 കോടി ക്ലെയിം വരണം. കാരണം എന്താണ്, എനിക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ എന്റെ ലീഗൽ ഹെയർസിന് യാതൊരു തരത്തിലുള്ള ബാധ്യത ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഇൻഷുറൻസ് എടുക്കണം. അങ്ങനെ വലിയൊരു ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ എനിക്ക് ഇൻകം ടാക്സ് റിട്ടേണിന്റെ കോപ്പി കാണിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര വലിയ ഇൻഷുറൻസ് കിട്ടില്ല. ഇപ്പം പുതിയ ഒരു റൂള് വന്നിട്ടുണ്ട്. നിങ്ങൾ ബാങ്ക് നിന്ന് 20 ലക്ഷത്തിന് മുകളിൽ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് 2% TDS പിടിക്കും. പ്രൊവൈഡഡ് ഇഫ് യു ആർ നോട്ട് സബ്മിറ്റഡ് യുവർ ഇൻകം ടാക്സ് റിട്ടേൺ ഫോർ ദ ലാസ്റ്റ് പ്രീവിയസ് ഇയർ. കഴിഞ്ഞ വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേണിന്റെ കോപ്പി നിങ്ങൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് 20 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 2% ടാക്സ് പിടിച്ച് ബാക്കി എമൗണ്ട് മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അത് പുതിയൊരു റൂളാണ്. നെക്സ്റ്റ്, അഡ്രസ് പ്രൂഫ്. ഇൻകം ടാക്സ് റിട്ടേൺ ഓൾവേസ് ട്രീറ്റഡ് ആസ് അഡ്രസ് പ്രൂഫ്. എപ്പോഴും നിങ്ങളുടെ അഡ്രസ് പ്രൂഫ് ആയിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ട്രീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് അഡ്രസ് പ്രൂഫ് കയ്യില്ലെങ്കിൽ നിങ്ങൾ അതിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണിച്ചാൽ അഡ്രസ് പ്രൂഫ് ആയിട്ട് അത് ട്രീറ്റ് ചെയ്യും. ദെൻ ടു ഒബ്റ്റെയിൻ ഗവൺമെന്റ് ടെൻഡേഴ്സ് വലിയ വലിയ ടെൻഡേഴ്സ് ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടെയും ഇൻകം ടാക്സ് റിട്ടേൺ കാണിക്കണം. ഇതിനൊക്കെ പുറമെ സേവ്സ് ഫ്രം പെനാൽറ്റി ആൻഡ് പ്രോസിക്യൂഷൻ. നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാതെ നിങ്ങൾ ടാക്സ് ഇവേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫൈൻ അടക്കാൻ ഗവൺമെന്റ് ഫൈൻ അടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിർബന്ധിതരാകും. സോ നമ്മൾക്ക് ജയിലിൽ പോവാതെയും അല്ലെങ്കിൽ ഫൈൻ അടക്കാതെയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വീട്ടിൽ റെയ്ഡ് ചെയ്യാതെയും എല്ലാം ഇരിക്കണമെങ്കിൽ നമ്മൾ നിർബന്ധമായും റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ്, നമ്മുടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് എന്ന് പറയാം. നെക്സ്റ്റ്, എങ്ങനെയാണ് ഇത്ര നേരം എന്താണ് നമ്മൾ റിട്ടേൺ ചെയ്തുകൊണ്ട് ഫയൽ ചെയ്യണം അല്ലെങ്കിൽ ഗവൺമെന്റ് അറിയുന്നൊക്കെ പറഞ്ഞു അല്ലെ, ഗവൺമെന്റ് നിങ്ങളെ ക്യാച്ച് ചെയ്യുന്ന പറഞ്ഞു. എങ്ങനെയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ ക്യാച്ച് ചെയ്യാം? നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻകം കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തിയത് അറിയുക? നിങ്ങൾക്കറിയാം, നിങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ DD എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ ഒരു 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ നിങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ്, ക്യാഷ് ഡെപ്പോസിറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ഇതൊക്കെ 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ, ഒരു വർഷം 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ആ ഇൻഫർമേഷൻ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ബാങ്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൈമാറുന്നുണ്ട്. നിങ്ങൾ അറിയില്ല ഇത്, അവർ നിങ്ങളോട് പറയുകയും ചെയ്യില്ല. പക്ഷെ നിങ്ങൾ 10 ലക്ഷത്തിന് മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ ഇൻഫർമേഷൻ കൈമാറും. നിങ്ങൾ റിട്ടേൺ ഒന്നും ഫയൽ ചെയ്യുന്നില്ല, 10 ലക്ഷം ഉണ്ടായിട്ടും നിങ്ങൾ റിട്ടേൺ ഒന്നും ഫയൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് വരും. ഇപ്പൊ മിക്ക ആൾക്കാർ
അറിയാം മെസ്സേജ് വന്നിട്ടുണ്ടാവും, യുവർ പ്രൊഫൈൽ ഈസ് ഫ്ലാഗ്ഡ് എന്ന് പറഞ്ഞിട്ട് മിക്ക ആൾക്കാർക്കും SMS വന്നിട്ടുണ്ടാവും. ഇതുകൊണ്ട് തന്നെയാണ് 10 ലക്ഷത്തിന് മുകളിൽ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ക്യാച്ച് ചെയ്യും, നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അയക്കും, എത്രയും പെട്ടെന്ന് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ പെനാൽറ്റി അടക്കാൻ തയ്യാറായിക്കോളും. നെക്സ്റ്റ്, പർച്ചേസ് ഓഫ് സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എക്സീഡിംഗ് 30 lakhs. നിങ്ങൾ സ്വരൂപിച്ച അല്ലെങ്കിൽ നിങ്ങൾ സേവ് ചെയ്ത പൈസ വെച്ചിട്ട് നിങ്ങൾ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ലാൻഡോ ബിൽഡിങ്ങോ എന്തെങ്കിലും നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അത് 30 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ആ ഇൻഫർമേഷൻ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി സ്ഥലം വാങ്ങി അല്ലെങ്കിൽ ഒരു സ്ഥലം വിറ്റു, അതിന്റെ വാല്യൂ 30 ലക്ഷത്തിന് മുകളിലാണ്. നിങ്ങളുടെ ഇൻഫർമേഷൻ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും എവിടെ എത്തും? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കയ്യിലെത്തും. അവിടെയും നിങ്ങൾ ക്യാച്ച് ചെയ്യും. ഈ പറയുന്നതൊക്കെ നിങ്ങൾ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി പറയുന്നതല്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, TCS at the rate of 1% is deposited by the buyer in case of purchase of immobile property. അതായത് 50 ലക്ഷത്തിന് മുകളിൽ വാല്യൂ ഉള്ള പ്രോപ്പർട്ടി നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ബയർ എന്ത് ചെയ്യണം? 1% TCS ടാക്സ് എന്ത് ചെയ്യണം? ഡെപ്പോസിറ്റ് ചെയ്യണം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ ഇൻഫോം ചെയ്യേണ്ടി വരും. അങ്ങനെ 1% ടാക്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റിന് മനസ്സിലായി ഇയാൾ എന്ത് ചെയ്തു? 50 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെയും നിങ്ങളെ ക്യാച്ച് ചെയ്യാം. പിന്നെ ക്യാഷ് പേയ്മെന്റ് ഓഫ് ₹1 lakh ടുവേർഡ്സ് യുവർ ക്രെഡിറ്റ് കാർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രെഡിറ്റ് കാർഡിലുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെ ക്രെഡിറ്റ് കാർഡിൽ നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ₹1 lakh ക്യാഷ് പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ, ഇന്നാള് 1 ലക്ഷം രൂപയുടെ, ഒരു വർഷത്തിൽ 1 ലക്ഷം രൂപയുടെ ക്യാഷ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ്, ക്യാഷ് പേയ്മെന്റ് ക്രെഡിറ്റ് കാർഡിന് നടത്തിയിട്ടുണ്ട്. ഇനി ഒരു വർഷത്തില് ക്യാഷ് ആയിട്ടും അല്ലാതെ നിങ്ങൾ 10 ലക്ഷത്തിന് ഒരു മുകളിൽ എമൗണ്ട് ക്രെഡിറ്റ് കാർഡിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കയ്യിൽ ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ടുണ്ട്. ദെൻ പർച്ചേസ് ഓഫ് ഷെയർസ്. നമുക്കറിയാം പുറത്തുള്ള ആൾക്കാരാണെങ്കിലും പ്രവാസികളാണെങ്കിലും ഇന്ത്യയിലുള്ള ആൾക്കാരാണെങ്കിലും ഷെയർസ്, ഡിബഞ്ചേഴ്സ്, മ്യൂച്വൽ ഫണ്ട് ഇതിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ, 10 ലക്ഷമോ അതിൽ കൂടുതലാണെങ്കിൽ ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് തരുന്ന കമ്പനി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇൻഫോം ചെയ്യുന്നുണ്ട്. ഇന്ന ആള് നീലേശ്വരത്ത് താമസിക്കുന്ന ഇന്ന പേരുള്ള ഇന്ന ആള് 10 ലക്ഷത്തിന്റെ ഷെയർ പർച്ചേസ് ചെയ്തിട്ട് അയാളുടെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങിച്ചോളൂ. അയാളുടെ സോഴ്സ് നമ്മൾക്ക് അറിയില്ല, അവിടെ ഇൻഫർമേഷൻ പോകും. 2 ലക്ഷത്തിന് മുകളിലെ എല്ലാ ക്യാഷ് ട്രാൻസാക്ഷനും ഇപ്പോൾ എന്താണ്? പാൻ മാൻഡേറ്ററി ആണ്. പാൻ മാൻഡേറ്ററി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനും ഇൻഫർമേഷൻ ഉണ്ടാവും. 2 ലക്ഷത്തിന് മുകളിലെ എന്ത് സാധനങ്ങൾ നമ്മൾ ക്യാഷ് ആയിട്ട് വാങ്ങുകയോ നമ്മൾ വിൽക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പാൻ പ്രൊവൈഡ് ചെയ്യണം. TCS കളക്ട് ചെയ്യും. അതുകൊണ്ട് എന്താണ്? ആ ഇൻഫർമേഷനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അറിയാം. 50,000 മുകളിൽ ഇൻഷുറൻസ് പ്രീമിയം അടക്കുന്നുണ്ടെങ്കിൽ, ഒരു വർഷത്തിൽ 50,000 മുകളിൽ ഇൻഷുറൻസ് പ്രീമിയം അടക്കുന്നുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ എവിടെയുണ്ട്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കയ്യിലുണ്ട്. ദെൻ നമ്മൾ റെസ്റ്റോറന്റ്, ഒരു ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറന്റിൽ അല്ലെങ്കിൽ ഫോറിൻ ട്രിപ്പിന് പോകുന്ന സമയത്ത് നമ്മൾ ബിൽ പേയ്മെന്റ് ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, പുറത്തേക്ക് പോകാൻ വേണ്ടി കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 50,000 മുകളിലാണെങ്കിൽ ആ ഇൻഫർമേഷൻ എവിടെ ഉണ്ടാവും? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കയ്യിലുണ്ടാവും. പിന്നെന്താണ്? ഇതൊന്നും കൂടാതെ നമ്മളുടെ ഇൻഫർമേഷൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഏത് ഓഫീസിൽ നിന്നും, ഏത് പ്രൈവറ്റ് ഓഫീസിൽ നിന്നും, ഏത് ഗവൺമെന്റ് ഓഫീസിൽ നിന്നും ഏത് സമയത്തും കളക്ട് ചെയ്യാം. നാളെ വേണമെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് SBI പരപ്പയിലാണെങ്കിൽ, SBI കാഞ്ഞങ്ങാടാണെങ്കിൽ, SBI നീലേശ്വരത്താണെങ്കിൽ അവിടെ വിളിച്ച് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ചോദിക്കാം, ഡോക്ടർ രതീഷ് എത്ര എമൗണ്ട് അതിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, ഡോക്ടർ രതീഷിന്റെ എത്ര ട്രാൻസാക്ഷൻ അതിലുണ്ട്, അല്ലെങ്കിൽ ശ്രീനി എത്ര ട്രാൻസാക്ഷൻ അവിടെ നടത്തിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് വിളിച്ച് ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു മെയിൽ അയച്ചാൽ കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടും. ഇതൊക്കെ പോട്ടെ, നിങ്ങളൊരു വീട് കെട്ടി, ഒരു ഹൗസ് കൺസ്ട്രക്ട് ചെയ്തു, ആ ഹൗസിന്റെ സ്ക്വയർ ഫീറ്റ് 2000 സ്ക്വയർ ഫീറ്റോ അതിൽ കൂടുതലോ ആണെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ വിളിച്ചു ചോദിച്ചിട്ട് അവർ ഇൻഫർമേഷൻ എടുക്കും. 2000 സ്ക്വയർ ഫീറ്റിൽ മുകളിൽ വീട് കെട്ടിയ ആൾക്കാരുടെ ലിസ്റ്റിംഗ് കൊടുത്തു. ആ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങളെ അവർ വിളിക്കും. ഈ 2000 സ്ക്വയർ ഫീറ്റ് മുകളിൽ വീട് കെട്ടാൻ എവിടെ നിന്നാണ് പൈസ? നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേണിൽ ആകെ 2 ലക്ഷം കാണിച്ചിട്ടുള്ളൂ. 2 ലക്ഷം കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് 2000 സ്ക്വയർ ഫീറ്റിന്റെ മുകളിൽ വീട് കെട്ടി? ഇങ്ങനെയൊക്കെയാണ് ക്യാച്ച് ചെയ്യുന്നത്. നമ്മളുടെ ഇൻഫർമേഷൻ നമ്മൾ വിചാരിക്കും നമ്മളുടെ ഡാറ്റ ഒന്നും അറിയുന്നില്ല, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട. നിങ്ങൾ നടത്തുന്ന ഓരോ ട്രാൻസാക്ഷനും ഗവൺമെന്റ് കയ്യിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ബുക്ക് അവിടെ തന്നെ ഉണ്ട്. ആ ഇൻഫർമേഷൻ മൈൻഡിൽ വെച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ അടക്കുന്ന ടാക്സ് അല്ലെങ്കിൽ നമ്മളുടെ ഇൻകം ടാക്സ് നമുക്ക് എങ്ങനെ സേവ് ചെയ്യാം?
ഒരുപാട് സേവ് ചെയ്യാനുള്ള പ്ലാൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ഡിഡക്ഷൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ഞാൻ കവർ ചെയ്യുന്നില്ല. ബേസിക് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാണ്. ഫസ്റ്റ് വൺ ഈസ് സ്പെൻഡിങ് മണി. നമ്മൾ പൈസ ചെലവാക്കി കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് സേവിങ് നടത്താൻ പറ്റും. എങ്ങനെയാണ് പൈസ ചെലവാക്കി കഴിഞ്ഞാൽ ടാക്സ് സേവിങ് നടത്താൻ പറ്റുക? ഹൗസ് റെന്റ് അലവൻസ്, HRA, സാലറി കിട്ടുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാം. HRA എന്ന് പറഞ്ഞ സാധനം നിങ്ങളുടെ സാലറിയിൽ ഉണ്ടാവും. നിങ്ങള് എന്താണ് റെന്റ് കൊടുക്കുകയാണെങ്കിൽ ആ എമൗണ്ട്, റെന്റിന് വേണ്ടി ചെലവാക്കുന്ന എമൗണ്ട് നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ഹോം ലോൺ. നിങ്ങൾ വീടിന് വേണ്ടി ലോൺ എടുത്തു, ആ ലോണിന്റെ പ്രിൻസിപ്പൽ, ഇൻട്രസ്റ്റ്, ഇത് രണ്ടും നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് നിങ്ങൾ ടാക്സ് അടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറക്കാൻ വേണ്ടി പറ്റും. ഇൻട്രസ്റ്റ് ഓൺ എഡ്യൂക്കേഷൻ ലോൺ ഫോർ യുവർ സ്പൗസ്, ചിൽഡ്രൻ. നിങ്ങളുടെ സ്പൗസിനും ചിൽഡ്രൻ നിങ്ങൾക്കും വേണ്ടി നിങ്ങൾ എഡ്യൂക്കേഷന് വേണ്ടി ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ട്യൂഷൻ ഫീസ് ഫോർ 2 ചിൽഡ്രൻ. ദെൻ ATG ഡൊണേഷൻ, നമ്മൾ ഡൊണേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. LICയിലേക്ക് പ്രീമിയം അടക്കുകയാണെങ്കിൽ അത് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് PPF-ലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ അത് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പൊ 9 മിനിറ്റ്സേ ഉള്ളൂ അല്ലെ ശ്രീനേട്ടാ? അത് നമുക്ക് വേണമെങ്കിൽ റീലോഗിൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എ ബട്ടണിൽ എടുത്തോളാം. ഓക്കെ, പിന്നെ നിങ്ങൾ എന്താണ് ടാക്സ് സേവിംഗ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, നിങ്ങൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ടാക്സ് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു, നിങ്ങളുടെ ഹെൽത്തിന് നമ്മൾ എപ്പോഴും ഇൻഷുറൻസ് എടുക്കണം അല്ലെ? നമ്മൾക്ക് എപ്പോഴാണ് എന്താ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളുടെ ജീവിതകാലം മൊത്തം നമ്മൾ ഏൺ ചെയ്ത ഇൻകം ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന ആലോചിച്ച് നോക്കിയേ. അതിന് വേറെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം. ആ ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ എത്ര എമൗണ്ട് ആണ് എടുക്കുന്നത്? അത് നിങ്ങൾക്ക് 30,000, 25,000 മുതൽ 30,000 വരെ നിങ്ങൾക്ക് ഇൻകം ടാക്സ് കുറഞ്ഞു കിട്ടും. നെക്സ്റ്റ് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം, മ്യൂച്വൽ ഫണ്ട്. 14% മുതൽ 18% വരെ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ ഡിവിഡൻഡ് കിട്ടും. പക്ഷെ അത് കൂടാതെ നിങ്ങളുടെ എത്ര എമൗണ്ട് ആണ് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിൽ കുറഞ്ഞ് ബാക്കി എമൗണ്ടിന് ടാക്സ് അടച്ചാൽ മതി. ടൈപ്സ് ഓഫ് ഇൻകം ടാക്സ്, എത്ര തരത്തിൽ ഇൻകം ടാക്സ് ഉണ്ട്? ഇൻകം ടാക്സ് ഒന്ന് തന്നെ ഉള്ളൂ. അത് കളക്ട് ചെയ്യുന്ന രീതി അനുസരിച്ച് തന്നെ 3 ക്ലാസ് ചെയ്യുന്നുണ്ട്. വൺ ഈസ് TDS, ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ്. നിങ്ങളുടെ എംപ്ലോയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേയ്മെന്റ് തരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബാങ്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സ് ആയിട്ട് പിടിക്കുന്ന എമൗണ്ട് ആണ് TDS എന്ന് പറയുന്നത്. അഡ്വാൻസ് ടാക്സ്, 10,000-ന് മുകളിൽ ടാക്സ് വരുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? നമ്മൾ ടാക്സ് അഡ്വാൻസ് ആയിട്ട് ഗവൺമെന്റിലേക്ക് അടക്കണം. അതിനെയാണ് അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത്. സെൽഫ് അസസ്മെന്റ് ടാക്സ്, നമുക്കറിയാം ഇൻകം ടാക്സ് സെൽഫ് അസസ്ഡ് ആണ്. നമ്മൾ തന്നെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് എന്റെ ഇത്ര ഇൻകം ഉണ്ടെന്നുള്ളത്, അല്ലെ? വേറെ ആൾ പോയിട്ട് ഗവൺമെന്റിനോട് പറയുന്നതല്ല, നമ്മൾ തന്നെ ഡിക്ലെയർ ചെയ്യണം എനിക്ക് എത്ര ഇൻകം ഉണ്ട്, സോ എന്റെ ടാക്സ് ഇത്രയാണ്, ഞാൻ ആ ടാക്സ് ഗവൺമെന്റിലേക്ക് അടക്കുന്നു. അങ്ങനെ അടക്കുന്ന ടാക്സിനെയാണ് സെൽഫ് അസസ്മെന്റ് ടാക്സ് എന്ന് പറയുന്നത്. അത് ഒരു അസസ്മെന്റ് ഇയറിൽ ഡ്യൂ ഡേറ്റ് ആകുമ്പോഴാണ് നമ്മൾ അടക്കുന്നത്. ഇനി ആരാണ് ടാക്സ് അടക്കാൻ ലയബിൾ ഉള്ളത്? ടാക്സ് അടക്കാൻ ലയബിലിറ്റി ആർക്കാണുള്ളത്? ഇപ്പം ഇൻകം ടാക്സ് സ്ലാബ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മുമ്പ് 2019-20 ഫിനാൻഷ്യൽ ഇയറിൽ അപ് ടു 2,50,000 വരെ ആണെങ്കിൽ ജനറൽ കാറ്റഗറി, അതായത് ബിലോ 60 ഇയേഴ്സ് ആണെങ്കിൽ അപ് ടു 2,50,000 റുപ്പീസ് വരെ ടാക്സ് വേണ്ടായിരുന്നു. 2,50,100 മുതൽ 3 ലക്ഷം വരെ 5%, നമ്മുടെ ഇൻകം 2,50,100 മുതൽ 3 ലക്ഷം വരെ ആണെങ്കിൽ 5% ടാക്സ് കൊടുക്കണമായിരുന്നു. 3,01,000 മുതൽ 5 ലക്ഷം വരെ ആണെങ്കിൽ 5% ടാക്സ്. ദെൻ 5 lakh 1 to 10 lakh വരെ ആണെങ്കിൽ 20%, എബോവ് 10 lakh ആണെങ്കിൽ 30%. ഇത് മുമ്പത്തെ സ്ലാബാണ്. പുതിയ സ്ലാബ് പ്രകാരം നമ്മൾക്ക് ടാക്സ് സ്ലാബ് ലിമിറ്റ് എന്ന് പറയുന്നത് അപ് ടു 2.5 lakh വരെ, അതായത് 60 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണെങ്കിൽ അപ് ടു 2.5 lakh വരെ ടാക്സ് അടക്കണ്ട. 2.5 lakh മുതൽ 5 lakh വരെ 5%. 5 lakh മുതൽ 7 ലക്ഷം വരെയുള്ള ഇൻകത്തിന് നമ്മൾ 10% ടാക്സ് കൊടുക്കണം. 7 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയ്ക്കുള്ള ഇൻകത്തിന് നമ്മൾ 15% ടാക്സ് കൊടുക്കണം. 10 ലക്ഷത്തിനും 12 ലക്ഷത്തിനും ഇടയ്ക്കുള്ള എമൗണ്ടിന് നമ്മൾ 20% ടാക്സ് കൊടുക്കണം. 12 ലക്ഷം മുതൽ 15 ലക്ഷം വരെയുള്ള ഇൻകത്തിന് നമ്മൾ 25% ടാക്സ് കൊടുക്കണം. 15 ലക്ഷത്തിന് മുകളിലുള്ള ഇൻകത്തിന് നമ്മൾ 30% ടാക്സ് കൊടുക്കണം. ഇത് 60 വയസ്സിന് താഴെയുള്ളവരുടെ കഥയാണ്. 60 വയസ്സിന് മുകളിൽ പോകുന്ന സമയത്ത് സ്ലാബ് റേറ്റ് അവിടെ ഡിഫറെന്റ് ആണ്. ടൈം ലിമിറ്റഡ് ആയതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. ഇവിടെ എല്ലാവരും 60 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണെന്ന് വിചാരിക്കുന്നു. അതാണ് നമ്മളുടെ ഇൻകം ടാക്സ് സ്ലാബ്. അത് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ടോട്ടൽ ഇൻകം എല്ലാ എക്സ്പെൻസും കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഇൻകം എത്രയാണ്, 2.5 ലക്ഷത്തിന് മുകളിൽ പോകുന്നുണ്ടോ? ഈ പുതിയ ടാക്സ് സ്ലാബ് പ്രകാരം അല്ലെങ്കിൽ ന്യൂ ടാക്സ് റെജീം പ്രകാരം നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഡിഡക്ഷൻസും നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ 2 ഓപ്ഷൻ തന്നിട്ടുണ്ട്.
നിങ്ങൾക്ക് ഒന്നുകിൽ ഓൾഡ് സിസ്റ്റം ഫോളോ ചെയ്യാം. ഓൾഡ് സിസ്റ്റം ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന LIC പ്രീമിയം അതുപോലെ ATC ഉള്ള എല്ലാ ഡിഡക്ഷൻസും ചാപ്റ്റർ 6 ഉള്ള ഒരുപാട് ഡിഡക്ഷൻസ് ഉണ്ടല്ലേ, LIC, PPF, ഹൗസിംഗ് ലോണ്, ഇൻട്രസ്റ്റ് ഓൺ എഡ്യൂക്കേഷൻ, ഈ കാര്യങ്ങൾ മൊത്തം നിങ്ങൾക്ക് ഡിഡക്ട് ചെയ്ത് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ സ്കീം അല്ലെ പുതിയ ടാക്സ് റെജീം നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അത് പ്രകാരം നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഡിഡക്ഷൻസും ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്ന് ഗവൺമെന്റ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. രണ്ട് രീതിയിലും ടാക്സ് കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. എല്ലാ ഡിഡക്ഷൻസും ക്ലെയിം ചെയ്തിട്ടും ഡിഡക്ഷൻസ് ഒന്നും ക്ലെയിം ചെയ്യാതെയും ടാക്സ് കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. ഏതാണോ ഏറ്റവും കുറവ് അത് നിങ്ങൾ ചൂസ് ചെയ്യുക, ആ രീതിയിൽ റിട്ടേൺ ഫയൽ ചെയ്യാം. ഇനി എപ്പോഴാണ് നമ്മൾ ഇത്രയും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനെ കുറിച്ച് പറഞ്ഞു, ഏതൊക്കെ എങ്ങനെയാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി എപ്പോഴാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? അതായത് നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോ ഫിനാൻഷ്യൽ ഇയർ 2021 ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഏപ്രിൽ മുതൽ 31 മാർച്ച് വരെയാണ് ഫിനാൻഷ്യൽ ഇയർ പോകുന്നത്. കാരണം 1 ഏപ്രിൽ 2020 മുതൽ 31 മാർച്ച് 2021 വരെയാണ് ഈ ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, ഈ ഡാറ്റ പ്രിപ്പയർ ചെയ്തത് 18-19 ആണ്. നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് കഴിഞ്ഞിട്ട് അടുത്ത വർഷം, അതായത് ഇതിപ്പം ഏപ്രിൽ 2020 മുതൽ 31 മാർച്ച് 2021 ഫിനാൻഷ്യൽ ഇയർ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയറിലാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഈ ഒരു വർഷത്തെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് അടുത്ത വർഷമാണ്. അത് ഇൻഡിവിജ്വൽ ഓർ HUF ആണെങ്കിൽ, ഇൻഡിവിജ്വൽ HUF, BOE, AOP ആണെങ്കിൽ, അത് നമ്മുടെ ഇൻഡിവിജ്വലിന്റെ കേസ് ആണെങ്കിൽ അടുത്ത വർഷം 31 ജൂലൈ ആവുമ്പോഴേക്കും നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. 2020-21 റിട്ടേൺ 31 ജൂലൈ 2021 ആവുമ്പോഴേക്കും നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. ഇനി അതല്ല, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യേണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യണം. എപ്പോഴാണ് ഓഡിറ്റ് വരിക? 1 കോടിക്ക് മുകളിലാണെങ്കിൽ ഓഡിറ്റ് ഉണ്ട്, അത് 2 കോടിക്ക് മുകളിലാണെങ്കിൽ കമ്പൽസറി ഓഡിറ്റ് ആണ്. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ 30th സെപ്റ്റംബർ, അതായത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇതാണ് നെക്സ്റ്റ് ഫിനാൻഷ്യൽ 2021 30th സെപ്റ്റംബർ ആകുമ്പോഴേക്കും നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യണം. നെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രൈസിങ്, അതായത് നമ്മൾ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് പാർട്ടിയായിട്ടൊക്കെ നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻ ഇന്ത്യയിൽ തന്നെ ട്രാൻസാക്ഷൻ നടത്തുന്നത് നമ്മളെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ റിലേറ്റഡ് പാർട്ടിയായിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്ന് പറഞ്ഞ ഇൻകം ടാക്സ് പ്രൊവിഷൻ അട്രാക്ട് ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാർക്ക് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിന്റെ അല്ലെങ്കിൽ അസസ്മെന്റ് ഇയറിന്റെ 30th നവംബർ ആകുമ്പോഴേക്കും റിട്ടേൺ ഫയൽ ചെയ്യണം. നമ്മളിപ്പോ അറിയേണ്ടത്, ഇപ്പൊ എല്ലാവരും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അറിയാം, നിങ്ങൾക്ക് ഓഡിറ്റ് ആണെങ്കിൽ, ഓഡിറ്റ് വരുന്ന ആൾക്കാരാണെങ്കിൽ അസസ്മെന്റ് ഇയർ നെക്സ്റ്റ് ഈ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് അടുത്ത ഫിനാൻഷ്യൽ ഇയർ 30th നവംബറിൽ റിട്ടേൺ ഫയൽ ചെയ്യണം. നിങ്ങൾ സാധാരണ സാലറി ഒക്കെ കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ ഇൻകം 2 കോടിക്കൊക്കെ താഴെ അല്ലെങ്കിൽ 1 കോടിക്കൊക്കെ താഴെ ഇൻകം കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ 31 ജൂലൈ ആകുമ്പോഴേക്കും റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. ഇനി നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് കോൺസിക്വൻസസ്? കോൺസിക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഏറ്റവും ബേസിക് ഫസ്റ്റത്തെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലേറ്റ് ഫീ അടക്കണം. നിങ്ങളുടെ ഇൻകം 5 ലക്ഷത്തിന് മുകളിലുള്ള ഇൻകം ഉള്ള ആൾക്കാരാണെങ്കിൽ 31 ഡിസംബർ, അതായത് ഏപ്രിൽ 2020 31 മാർച്ച് 2021 കഴിഞ്ഞു, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞു. അടുത്ത വർഷം 31 ഡിസംബർ വരെ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ 5000 രൂപ നിങ്ങൾ ലേറ്റ് ഫീ അടക്കണം. ഇനി അതല്ല, അതിനുശേഷമാണ് അടക്കുന്നതെങ്കിൽ അടുത്ത 31 മാർച്ച് വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 10000 രൂപ നിങ്ങൾ ലേറ്റ് ഫീ അടക്കണം. നിങ്ങളുടെ ഇൻകം 5 ലക്ഷം താഴെയാണെങ്കിൽ 5000 പകരം 1000, 10,000 പകരം 1000. ഇതാണ് നിങ്ങൾ അടക്കേണ്ട ലേറ്റ് ഫീ. ഇത് കൂടാതെ ടാക്സ് ഇവേഷന്, ടാക്സ് നിങ്ങൾ വെട്ടിക്കുകയാണെങ്കിൽ അതിനുള്ള കോൺസിക്വൻസ്, അതിനുള്ള പെനാൽറ്റി നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്താണ്. 75% വരെ ഗവൺമെന്റ് നിങ്ങളുടെ ഇൻകത്തുനിന്ന് ഈടാക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ടാക്സ് വെട്ടിച്ചത് റിട്ടേൺ ഫയൽ ചെയ്തതിന് ലേറ്റ് ആയതിന്റെ ഫീസ് മാത്രമാണ്. നിങ്ങൾ ടാക്സ് വെട്ടിക്കുക എന്ന് ഗവൺമെന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ 75% വരെ നിങ്ങളുടെ ഇൻകം എത്രയാണോ അതിന്റെ 75% വരെ ഗവൺമെന്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങാനുള്ള റൈറ്റ് ഉണ്ട്. ഇതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് പറയാനുള്ളത് ഇൻകം ടാക്സ് റിട്ടേണിനെ കുറിച്ചിട്ട്.